അത് നമുക്ക് അറുവൺ ടൈപ്പിൽ ഒരു കുറുകാലി കോഴിയാണ്, ബ്ലാക്ക് വൈറ്റില്. ഇത് നമുക്ക് ഒരാഴ്ച പ്രായമുള്ള ടർക്കി കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതിന്റെ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ടൈപ്പ് കോഴി ഒരു ടർക്കിയും ഇതൊരു ഫുൾ വൈറ്റില് റോബസ്റ്റ് വൈറ്റിന്റെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ ഒരു പ്രായം തൊട്ടുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഏത് ടൈപ്പിൽ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ കൊടുക്കാൻ നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്. ഇതിപ്പോൾ ഒരുപാടില്ല, നമുക്കൊരു 10 കുഞ്ഞുങ്ങൾ 12 കുഞ്ഞുങ്ങളൊക്കെ ഇതൊക്കെ അവൈലബിൾ ഉള്ളൂ. ഇതൊക്കെ ഒരാഴ്ച പ്രായമാവുന്നേ ഉള്ളൂ. ഇപ്പം നമ്മളിവിടെ ആദ്യമായിട്ട് ഇറക്കിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ, മണിത്താറാൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ ആദ്യമായിട്ട് ഇറക്കിയാണ്. ഇതുവരെ നമുക്കില്ലായിരുന്നു. അപ്പം നമ്മൾ മുട്ട വെച്ചിട്ട് ഇപ്പം വിരിച്ചിറക്കിയതാണ്. ഇതൊരു ഫുൾ വൈറ്റിലെ മണിത്താറാവ്, ഇതൊരു മിക്സ് വരുന്നതാണ്. പിന്നെ താറാവിൻ്റെ മുട്ടകൾ ഞാൻ കുട്ടനാട് പോയിട്ട് കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അവർ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഉടനെ അവർ ഇറങ്ങും. പിന്നെ അടുത്ത കുറച്ച് കോഴി കുഞ്ഞുങ്ങൾ പിന്നെ ടർക്കി കുഞ്ഞുങ്ങളെ കിടപ്പുണ്ട്, ഒരു 1 വീക്ക് പ്രായമുള്ള. ഇത് നമുക്കൊരു റെഡ് വൈറ്റിൽ വരുന്നതാണ്. പിന്നെ ഇതൊരു ലൈറ്റ് ചാര, നമ്മൾ നേരത്തെ കണ്ടത് ഡാർക്ക് ചാരയാണ്. ഇതൊരു ലൈറ്റ് ചാരയിലും റെഡ് വൈറ്റിലും വരുന്ന ഒരു 5 മാസം കഴിഞ്ഞ കോഴികളാണ്. നമ്മളിപ്പം നേരത്തെ പറഞ്ഞ ബാച്ചിലുള്ള ബാക്കിയാണ്. ഇതിപ്പം നെക്കൻ നെക്കിലും കുറുകാലിയാണ്. ഇതും 5 മാസം ആയിട്ടുണ്ട്. ഇത് നെക്കൻ നെക്കിലൊരു റെഡ് വൈറ്റ് മിക്സ് വരുന്നുണ്ട്, റെഡാണ് കൂടുതൽ. ഇതൊരു 5 മാസമായ കോഴികളാണ്. കൊടുക്കുന്ന ബ്രീഡേഴ്സിന് വേണ്ടി കൊടുക്കുന്ന കോഴികളെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇത് മുട്ടയുടെ ആയ കോഴി നമ്മൾ ബ്രീഡിങ് കൊടുക്കുമ്പം മുട്ടയിട്ട് കുറെ ആയതല്ല കൊടുക്കുക. മെജോറിറ്റി ഞാൻ കൊടുക്കുന്നത് 5 മാസം അല്ലെങ്കിൽ 4 മാസം 3 മാസം അങ്ങനെയുള്ള സെറ്റുകളാണ് പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ബ്രീഡേഴ്സിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനുവേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പല വെറൈറ്റീസ് കാണും. ഇപ്പം ബ്ലാക്ക് വൈറ്റില് ചാര വൈറ്റില് നേക്കഡ് നെക്കിന് ഒരു കോഴിയാണ്. 5 മാസം കഴിഞ്ഞിട്ടുണ്ട്, 1 മാസത്തിനുള്ളിൽ മുട്ടയിടുന്നത്. ഇതിപ്പോ നല്ലൊരു ചാര വെറൈറ്റിയാണ്. അപ്പൊ അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്, അത് 1-2 ഞാൻ കാണിക്കാം. ഇതൊക്കെ തന്നെ നമ്മുടെ വന്നൊരു പുള്ളിപ്പൂവന്മാരാണ്. ചെറിയ പൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് കാലിന് കുറുകാലി അല്ല എന്നാൽ വലിയ ഹൈറ്റും അല്ല, ആ ഒരു ടൈപ്പിൽ വന്ന ചെറിയ ടൈപ്പ് നമ്മുടെ ഒരു വയസ്സിന് അടുപ്പിച്ച ഒരു പുള്ളിപ്പൂവനാണിത്. ഇവിടെ തന്നെ നമ്മുടെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞാണിത് കാലി. ഇത് ഒരു 60 ടൈപ്പിലുള്ള കോഴിയാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ 60 ടൈപ്പും 90 ടൈപ്പും ഉണ്ട്. ഈ 60-90 വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ ഇതിന്റെ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ ഒരു 60 ദിവസം കഴിയുമ്പോൾ കൊത്തി മാറ്റും. മറ്റേ 90 ടൈപ്പിൽ ഒരു 3 മാസം വരെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്ത് നോക്കും. പിന്നെ മുട്ട ചെറിയ മുട്ടയായിരിക്കും. ഇതൊരു 4-5 മാസത്തിനുള്ളിൽ മുട്ടയിടും. 90 ടൈപ്പാണെങ്കിൽ ചിലപ്പോൾ 6 മാസം 7 മാസം 8 മാസം ഒക്കെ എടുക്കും ചില കോഴികൾ. പെട്ടെന്ന് മുട്ടയിടും, ചെറിയ മുട്ടയായിരിക്കും. പിന്നെ ഒരു കൗണ്ട് മുട്ടയുടെ എണ്ണം കുറവായിരിക്കും. ഇടുന്ന ഒരു ചീരിൽ ചിലപ്പോൾ ഒരു 8 മുട്ട 10 മുട്ടയ്ക്കകത്തേ ഉള്ളൂ. മറ്റേത് ഒരു 12-20 മുട്ട ഇടുവാണെങ്കിൽ ഇതിന്റെ പകുതികളൊക്കെ ഇടുള്ളൂ. പിന്നെ നല്ല ഭംഗിയുള്ള ഒതുങ്ങിയ ചെറിയ ടൈപ്പ് കോഴികളാണ്. ഇത് നമ്മുടെ ബ്രോബസ്റ്റിന്റെ വൈറ്റ് ടർക്കീസ് ആണ്. ഒരു 3 മാസം ആയതാണ്. വൈറ്റും ഉണ്ട് ബ്രൗൺസും ഉണ്ട്. ഇവര് ഈ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നല്ല അണക്കമാണ് കേട്ടോ, നമ്മുടെ നല്ല അറ്റാച്ച്മെന്റ് ആണ്. ഇവരെ അഴിച്ചു വിട്ട് വളർത്തും. ഇവരെ പ്രത്യേകത നമുക്കിപ്പം വീട്ടിൽ നിന്ന് ഇഴജന്തുക്കളോ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇവരെ കഴിച്ചു നല്ല സൈസിൽ വരും. ഇതൊക്കെ ഒരു 6 മാസം 7 മാസം കൊണ്ട്. ഇതിന്റെ മെയിൽസ് ഒക്കെ ആണെങ്കിൽ ഒരു 10 മുതൽ 12 കിലോ വെയിറ്റ് വരും. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് പുല്ലുണ്ട്, പോച്ചുണ്ട്, എല്ലാം കഴിച്ചോളും. ആദ്യത്തെ ഒരു 3-4 മാസം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ വേസ്റ്റ് കൊടുത്താലും വളർത്താം. പിന്നെ ചെറിയ പാമ്പ്, ചില പൊളവൻ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കഴിക്കും. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒന്നും കാണത്തില്ല. ഇല്ല, ഇത് നല്ല സൈസിൽ വരും. നമ്മുടെ ഇത്രയൊക്കെ ഹൈറ്റിൽ വരും. ഇത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ